റിലേഷൻഷിപ്പ് തകർച്ചയ്ക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തന രീതിയാണ് ഡിഫെൻസീവ്നെസ് എന്ന് പറയുന്നത്. ഡിഫെൻസീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റ് രണ്ട് രീതികൾ, ഒന്ന് ക്രിറ്റിസിസം, രണ്ടാമത്തേത് കണ്ടംപ്റ്റ്. ഇതിനേക്കാളും കുറച്ചും കൂടി ഹാനികരമായിട്ടുള്ളതാണ്. ഡിഫെൻസീവ്നെസ്സിൽ കുറ്റമൊന്നും എൻ്റെയല്ല, നീയാണ് കുറ്റക്കാരി അല്ലെങ്കിൽ നീയാണ് കുറ്റക്കാരൻ, ഞാൻ കംപ്ലീറ്റ്ലി പാവമാണ്, പ്രശ്നമൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു ഇന്നസെന്റ് വിക്ടിം സ്റ്റാൻസ് എടുക്കുക മുതലാവിക്കുക എന്ന് പറയുന്നതാണ് ഡിഫെൻസീവ്നെസ് എന്ന് പറയുന്നത്. ഞാനൊന്നും ചെയ്യാത്ത കാരണം ഇതിൽ എനിക്കൊന്നും ചെയ്യാനായിട്ടില്ല, നീയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ രീതി, അത് ഒരു കാര്യത്തിനെയും സൊല്യൂഷനിൽ കൊണ്ടെത്തിക്കാതെ വീണ്ടും രണ്ടുപേരും കടിപിടി കൂടുന്ന, വഴക്കിടുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനേ ഉപകരിക്കും. അതുകൊണ്ട് ഡിഫെൻസീവ്നെസ് ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നീ ഇതിങ്ങനെ ചെയ്തിട്ടില്ല, ഇതെന്നെ പ്രശ്നമല്ല, ഒക്കെയും നിന്റെ പ്രശ്നമാണെന്നൊക്കെ രീതിയിലുള്ള സംസാരം വരുന്നത് പലപ്പോഴും ആ ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താതെ വഴക്കുകൾ വീണ്ടും വീണ്ടും കൂടി മുകളിലോട്ട് പോകാനേ ഉപകരിക്കും. അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കുക, ഡിഫെൻസീവ്നെസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക.